നമസ്കാരം. എങ്ങനെ മാട്രിമോണി ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. പക്ഷെ അതിന് മുന്നേ എനിക്ക് വന്ന കുറച്ച് കമൻറ്റുകൾ, അതിന് മറുപടി പറഞ്ഞുകൊണ്ടും തുടങ്ങാം എന്നുള്ളതാണ് ആഗ്രഹം. ഒന്നാമത്തെ കാര്യം, ഒരുപാട് പേർ വന്നിട്ട് പറയുന്നു തട്ടിപ്പാണ്, എല്ലാം തട്ടിപ്പാണ്, പുതിയ വെറൈറ്റി തട്ടിപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. എന്താണ് തട്ടിപ്പ്? തട്ടിപ്പിൽ പെടുന്നതും നമ്മുടെ കാശ് നഷ്ടപ്പെടുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് നമ്മൾ മനസ്സിലാക്കണം. വാട്സപ്പിൽ 1, 2, 3 പെണ്ണുങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട്, ഈ പെണ്ണുങ്ങൾക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഇവർക്ക് സമ്മതമാണ്, ഇവരുടെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നിങ്ങൾ 2000 3000 അടയ്ക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആ പൈസ അടയ്ക്കുന്നു, ആലോചിക്കാമെന്ന് പറയുന്നു. എൻ്റെ അടുക്കൽ ഒരു സുഹൃത്ത് പറഞ്ഞല്ലോ, അന്വേഷിച്ച് ചെല്ലുമ്പോൾ അങ്ങനെ അഡ്രസ്സും ഇല്ല, കാര്യങ്ങളും ഇല്ല, പിന്നീട് വിളിച്ചാൽ ഫോൺ എടുക്കാതാകുന്നു. അത് തട്ടിപ്പ് എന്ന ഗണത്തിൽപ്പെടുത്താം, ഒരു സംശയവുമില്ല. എന്നാൽ മാട്രിമോണി നടത്തുന്നവർ അവരുടെ സർവീസുകൾ വ്യക്തമായി പറയാറുണ്ട്. നിങ്ങൾക്ക് ഒരു 40 കോണ്ടാക്ട്സിന് ഇത്ര രൂപ, ഇത്ര മാസം ഉപയോഗിക്കാം. ഇത് അറിഞ്ഞിരുന്നുകൊണ്ടുമാണ് പലരും കാശ് നൽകുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ സേവനം അത് നമ്മൾക്ക് പ്രയോജനപ്പെടുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ മാത്രം പൈസ അടയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ മാർഗം. അങ്ങനെ പൈസ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് എന്നെനിക്കറിയാം. അത് ഒരു പരിധിവരെ മാട്രിമോണി എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാത്തത് കൊണ്ടും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നീട് വന്ന ഒരു കമൻ്റാണ്, പെണ്ണുങ്ങൾക്ക് ഫ്രീ നൽകുന്നു, സൗജന്യമായി നൽകുന്നു, അതുകൊണ്ട് ഇത് തട്ടിപ്പാണ്. അതിൻ്റെ കൂടെ വന്ന മറ്റൊരു കമന്റ് എന്ന് പറയുന്നത്, എല്ലാ മാട്രിമോണിയിലും വിദ്യാഭ്യാസമുള്ള പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് തമ്മിലൊന്ന് ചേർത്ത് വായിച്ചു നോക്കിക്കേ. പാവപ്പെട്ട പെൺകുട്ടികൾ ഇല്ലാഞ്ഞിട്ടല്ല, ഞാനൊരു കമന്റിൽ അതിൻ്റെ രേഖ സഹിതം ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇപ്പോഴും കേരളത്തിലെ ആൺ പെൺ റേഷ്യോ എന്ന് പറയുമ്പോൾ ആണുങ്ങളെക്കാൾ കൂടുതലാണ് പെണ്ണുങ്ങൾ കേരളത്തിൽ. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, പാവപ്പെട്ട കുട്ടികൾ അവർക്ക് ഒരു മാട്രിമോണിയിൽ പൈസ നൽകി അവരത് ഉപയോഗിക്കുന്നത് അതൊരു അച്ഛൻ്റെയോ ഒരു സഹോദരൻ്റെയോ വിയർപ്പിന്റെ ഫലം തന്നെയാണ്. അവരും ആണുങ്ങൾ തന്നെയാണ്, ആ കാശും ആണുങ്ങളുടെയാണ്. ഇനി പെണ്ണുങ്ങളാണെങ്കിലും അവരും അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് തന്നെയാണ് പോകുന്നത്. ശരിയല്ലേ? നമ്മൾ ആണുങ്ങൾ ഇത്രയും കമന്റ് ചെയ്യുമ്പോൾ 1, 2 മാട്രിമോണിയിൽ പൈസ അടച്ചതിന് ശേഷം പോലും വിവാഹം നടക്കാത്ത പെണ്ണുങ്ങൾ പുതിയ മാട്രിമോണികളിൽ വന്ന് രജിസ്റ്റർ ചെയ്ത് പൈസ അടയ്ക്കുമോ? വളരെ ചുരുക്കം ആൾക്കാരെ ചെയ്യാറുള്ളൂ. ജീവിതത്തിന്റെ പല കാലഘട്ടങ്ങളിൽ 10ാം ക്ലാസ് വെച്ചോ +2 വെച്ചോ വിദ്യാഭ്യാസം നിർത്തി കുടുംബത്തിന്റെ ഭാരമോ ജീവിത ചെലവുകളും നോക്കാൻ വേണ്ടി ജോലിയിലേക്ക് ഇറങ്ങി തിരിച്ച സഹോദരന്മാർക്കാണ് ശരിക്കും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെ അവരുടെ പെങ്ങളെ, സഹോദരിയെ പഠിപ്പിച്ച് ഡിഗ്രി എടുപ്പിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മളുടെ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്, സാധാരണക്കാരായ പെണ്ണുങ്ങൾ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ കണ്ട ഒരു പോംവഴി എന്നുള്ളത്, അവർക്ക് ആരുടെയും സഹായമില്ലാതെ അവർക്ക് ഇഷ്ടമുള്ള അത്രയും കല്യാണം നടക്കുന്ന അത്രയും കാലം സേവനം
നൽകുന്ന തരത്തിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നീട് രസകരമായ ഒരു കമന്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സത്യസന്ധമായ കമന്റായിട്ട് എനിക്ക് തോന്നിയതാണ്. ഇവിടെ എല്ലാവരും കല്യാണം കഴിയാത്ത ചെറുക്കന്മാരെയാണ് വിൽപ്പന ചരക്കാക്കി വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ടേക്കും. നമ്മളിപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ടൊരു ബേക്കറി കയറുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അവിടെ ഏറ്റവും നല്ല കളറിൽ കടലാസ് കൊണ്ട് പൊതിഞ്ഞ് നല്ല കളർഫുള്ളാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ്, അതിൻ്റെ ടേസ്റ്റ് ചിലപ്പം തീരെ മോശമായിരിക്കാം. പക്ഷെ ആ കുഞ്ഞ് ആ ചോക്ലേറ്റ് സെലക്ട് ചെയ്യൂ. എത്ര നല്ല മധുരമുള്ള ചോക്ലേറ്റും ഒരു സാധാരണ കടലാസിൽ പൊതിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ല. അതുപോലെ തന്നെയാണ് മാട്രിമോണി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളെ പരസ്യം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെ പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയണം. ഒട്ടുമിക്ക മാട്രിമോണികളിലും ആയിരക്കണക്കിന് പ്രൊഫൈലുകൾ കാണും. നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നല്ല പോസിറ്റീവ് വൈബോട് കൂടി പുഞ്ചിരിച്ച മുഖമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണുമ്പോഴായിരിക്കും നമ്മളൊന്ന് നോക്കുക. കാരണം ആദ്യം ഇങ്ങനെ ഓടിച്ചു നോക്കുമ്പോൾ അങ്ങനെ കാണുന്ന ആ ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് നല്ല ഫോട്ടോ എപ്പോഴും മാട്രിമോണിയിൽ ചോദിക്കുന്നത്. എന്നാൽ സംഭവിക്കുന്നതോ, ഏതെങ്കിലും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെച്ചിട്ട് അങ്ങോട്ട് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരും. ആൾക്കാരെ മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഫോട്ടോകൾ കിട്ടാറുണ്ട്. ഇനി അങ്ങനെ ഫോട്ടോ കണ്ട് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കണ്ട് അകത്ത് കയറിയാൽ നമുക്ക് ലഭിക്കുന്ന എന്താണ്? അവിടെ നമുക്ക് ലഭിക്കുന്നത് ഹൈറ്റ്, വെയിറ്റ്, കളർ, വിദ്യാഭ്യാസം, ജോലി, അഡ്രസ്, ഹോബീസ്, താല്പര്യങ്ങൾ. പക്ഷെ ഒരാളുടെ വ്യക്തിത്വം അതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുമോ? ഒരുപാട് നല്ല ബന്ധങ്ങൾ എനിക്ക് ഈ മാട്രിമോണിയിൽ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ നല്ല അറിവുള്ള, നല്ല വ്യക്തിത്വങ്ങളുള്ള, നല്ല മൂല്യങ്ങളുള്ള ഒരുപാട് പേരായിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ വ്യക്തിത്വങ്ങൾ, നിങ്ങളുടെ ആ മൂല്യങ്ങൾ അത് മറ്റുള്ളവർ അറിയുകയാണെങ്കിൽ, എനിക്കുണ്ടായതുപോലെ അവർക്കും അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടായെങ്കിൽ എന്ത് നല്ലതായതിനെ. അതിന് ആ എബൌട്ട് അസ് എന്ന കോളം നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കണം. പേഴ്സണലായി എന്നെ വന്ന് ഇതാക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനോടൊന്നും ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ആദ്യം മാറേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല, ഞാനും അംഗീകരിക്കുന്നു. പലരും ചോദിച്ചത് എന്താണ് ഗ്യാരണ്ടി എന്ന് ചോദിച്ചതിനുള്ള ഉത്തരം, എൻ്റെ പേര് സിറാജുദ്ദീൻ, ഹോപ്പ് മാട്രിമോണിയുടെ ഫൗണ്ടർ ഞാനാണ്. എൻ്റെ സ്വദേശം ആലപ്പുഴയാണ്. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് മലപ്പുറത്താണ്. എത്ര മാട്രിമോണി നടത്തുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടു കാണും. ഇല്ല എത്ര പേർക്ക് ഇതേപോലെ വന്ന് നിന്ന് പറയാൻ കഴിയുന്നുണ്ടായിരിക്കും. ഞങ്ങളുടെ ഉദ്ദേശശുദ്ധി അത് വ്യക്തമാണ്, അത് ക്ലിയറാണ്. ഒരുപാട് ബഹുമാനം തോന്നിയ കുറേ അധികം അമ്മമാര്, അതിൽ ഒരു അമ്മ പറഞ്ഞ വാക്ക് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അപ്പം അങ്ങനെയുള്ള നിങ്ങൾക്കൊക്കെ ഒരു ലൈഫ് കിട്ടണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിനോട് എല്ലാവരും യോജിക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് സത്യസന്ധമാണെന്ന് തോന്നുന്നവർ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മടിക്കരുത്. അതിന് കാരണം, നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഈ വീഡിയോ ചിലപ്പോൾ അതേപോലെയുള്ള സഹോദരിമാർ കാണുകയും അവർക്ക് വിശ്വാസം ജനിക്കുകയും ചെയ്ത് അവർ രജിസ്റ്റർ ചെയ്താൽ ഇതിൽ പലർക്കും അത് പ്രയോജനപ്രദമാകും. ഒറ്റയ്ക്ക് ഇത്രയും വലിയ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ
സമയമുണ്ട്, സമയമെടുക്കും, ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച നിങ്ങളെപ്പോലുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ തുറന്ന ചർച്ചകൾ എങ്ങനെ സാധാരണക്കാരന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇത് നടത്തിക്കൊണ്ട് പോകാം എന്നുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടേത് എന്ന പോലെ നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനോടൊത്ത് നീങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി ദയവ് ചെയ്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷം പൈസ നൽകാം എന്ന് പറയുന്ന ആൾക്കാരോട്, ഒരാളെ ഞങ്ങൾ എടുക്കുന്നു, ഒരു 10, 15, 10, 20 പെണ്ണുങ്ങളുമായിട്ട് അങ്ങനെയൊക്കെ നോക്കുന്നു, ഒക്കുന്നില്ല, അത് മാറ്റിയിടുന്നു, അടുത്തത് നോക്കാം. ഒരു ദിവസം ഒരാൾക്ക് എന്ന കണക്കിൽ നോക്കിയാൽ പോലും എത്ര പേർക്ക് ഈ സേവനം നൽകാൻ കഴിയും? ചുരുങ്ങിയത് 300-400 പ്രൊഫൈലുകൾ ആണുങ്ങളുടേത് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായി വരുന്നുണ്ട്. എല്ലാവരും അത് ചെയ്യാൻ ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നുമുണ്ട്, പലരുടെയും കാണാതെ പോകുന്നുമുണ്ട്. അതൊരു കുറ്റമായി കാണരുതെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം അതിനും മാത്രം വരുന്നുണ്ട്. ഇനി മുതൽ ഓരോ ദിവസവും മാട്രിമോണിയിൽ ഫോട്ടോയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയുള്ള ഫോട്ടോകൾ ഇടാം, എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം, എങ്ങനെ നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പലർക്കും തെറ്റുപറ്റി പോകുന്ന ഒരു സ്ഥലം അവിടെയാണ്. നല്ല യോജിക്കുന്ന പ്രൊഫൈൽ കാണുന്നു, ഫസ്റ്റിലത്തെ ആ ഒരു ഇൻട്രഡക്ഷൻ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ തന്നെ അവർ പരാജയപ്പെട്ടു പോകുന്നു. അപ്പോൾ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം? പിന്നെ വളരെ രസകരമായ ഒരു പേഴ്സണൽ മെസ്സേജും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് കല്യാണമൊന്നും കഴിക്കാതിരിക്കുന്നത് നല്ലത്, ഇപ്പം മനസ്സമാധാനമുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ ഒരു അറേഞ്ച്ഡ് മാരേജ് കാണാൻ വേണ്ടി ഞാൻ അവിടെ പോയത് കേട്ട് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ആ പെണ്ണ് എനിക്ക് യോജിച്ചതാണോ അല്ലേ എന്നുള്ളത്? അതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ പൊക്കോട്ടെ എന്നും പറഞ്ഞ് എനിക്കത് നല്ല രസകരമായ രീതിയിൽ എനിക്കത് വായിച്ചപ്പോൾ ഒരുപാട് ചിരിയാ വന്നത്. പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളൊരു പെണ്ണ് കാണുവാണെങ്കിൽ എങ്ങനെ ആ പെണ്ണ് നമ്മൾക്ക് യോജിച്ചതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാം. അങ്ങനെ തുടങ്ങിയ വിഷയങ്ങളിലൂടെ ദാമ്പത്യ ജീവിതത്തിലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എങ്ങനെ നമുക്ക് തരണം ചെയ്ത് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാമെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. എന്തായാലും എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിയെ എത്രയും എളുപ്പം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ഞാൻ സിറാജുദ്ദീൻ, ഫൗണ്ടർ ഓഫ് ഹോപ്പ് മാട്രിമോണി, വിടവാങ്ങുന്നു. നന്ദി.